ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് നാട്ടിലത്തെ നമ്മുടെ കട്ട്ലയാണ് കേട്ടോ. അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വറക്കുകയും ചെയ്യാമല്ലോ. എനിക്ക് വറക്കണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല ടേസ്റ്റ് അല്ലേ വറുത്ത് കഴിഞ്ഞാൽ? അല്ല, കറി വെക്കണമെന്ന് നല്ലതാണ്. ആദ്യം തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. വിചാരം മാത്രമേ ഉള്ളൂ, അത് നടക്കലൊന്നുമില്ല. കാരണം ഇനി തേങ്ങ എടുത്ത് ചിരകണ്ടേന്നൊക്കെ വിചാരിച്ചപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ സാധാ വെക്കണ ഒരു മീൻകറി വെച്ചു കേട്ടോ. എന്നും വെക്കണത് കാരണം എനിക്ക് ഈ മീൻകറി വെക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്. അങ്ങനെ അത് വെച്ചു. പിന്നെ ചെറിയുള്ളി നമുക്ക് ഉണ്ടായിരുന്നു കുറച്ച് കേട്ടോ. പിന്നെ ഈ കറിവേപ്പില എത്ര ദിവസമായെന്നറിയോ? ഇതൊരു മാസം ആവാറായി ഉണ്ടാവും കേട്ടോ. സാധാരണ എൻ്റെ കറിവേപ്പില ഇങ്ങനെ ഇരിക്കാറില്ല. ഇത് ഞാൻ നല്ല സൂക്ഷിച്ച് കഴുകി ഡ്രൈ ആക്കി എടുത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ചുകൊണ്ട് അതങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല ഒരു കേടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ട ഡ്രസ്സ് എവിടുന്നാണ് മേടിച്ചതെന്ന് കേട്ടോ. ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. ഇത് ലിങ്കൊന്നും തരാൻ പറ്റില്ല, കാരണം ഇത് ഇവിടുത്തെ സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാട്ടോ. 200 രൂപ എങ്ങാണ്ട്. അപ്പോൾ 2 മേടിച്ചപ്പോൾ അവരെനിക്ക് 350 രൂപയ്ക്ക് തന്നു കേട്ടോ. പക്ഷെ നല്ല രസമാട്ടോ ഇടാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോകുമ്പോൾ മേടിച്ചിട്ട് പോകണമെന്നുണ്ട് എനിക്ക്, അനിയത്തിമാർക്ക് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ചോറൊക്കെ ഒന്ന് വാർത്തു. മീൻ വറുത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മുടി കെട്ടുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പൊണിട്ടയിൽ കെട്ടിയിട്ട് പിന്നെ വേറെ ഇങ്ങനെ, അതായത് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഫുള്ളും മുടി പുറത്തേക്ക് എടുക്കരുത്. അതങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത്രേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ബാക്കി മുടി നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒരു ക്ലിപ്പോ എന്തെങ്കിലും സൈഡിൽ കുഞ്ഞിതായിട്ട് കുത്തി വയ്ക്കാം. അങ്ങനെയാട്ടോ ഞാൻ കെട്ടാറ്. നല്ല സുഖമാണ്. ഈ ചൂടത്തൊക്കെ ഇങ്ങനെ മുടി കെട്ടുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ നൈഹുക്കുട്ടീനെ വിളിക്കാൻ പോവാം കേട്ടോ. 12:15 ആകുമ്പോഴേക്കും പോകണം. ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നെ 12:15 കേട്ടോ. അങ്ങനെ നൈഹുക്കുട്ടീനെ പോയി വിളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അവൾക്കിപ്പോൾ നല്ല ഇഷ്ടമാണ് ക്ലാസ്സിക്കൊക്കെ പോകാൻ. പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മീൻ വറുത്തും. ഇന്നാണെങ്കിൽ ഉമേഷ് വരും പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കിയത്. എന്നിട്ട് വിളിച്ചു പോലും പറഞ്ഞില്ല കേട്ടോ ഉമേഷ് വരില്ല എന്ന്. ഞാൻ എല്ലാം ഉണ്ടാക്കി നോക്കിയിരുന്നു, ആൾ വന്നില്ല. അതത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.